ഹലോ ഗേസ്, അങ്ങനെ കുറേ നാളായിട്ടോ ഞാൻ ഈ ഒരു കൈയെഴുത്ത് എങ്ങനെ എഴുതുമെന്ന് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം എനിക്ക് ഈ ഒരു സംഭവം എങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് തപ്പിപ്പിടിച്ച് കിട്ടിയിട്ടോ. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിന്ന്. അപ്പോൾ ഉച്ച നേരമാണിത്. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇത് വെണ്ടക്കായും ഉരുളക്കിഴങ്ങും കൂടി പാലാക്കി വെച്ചതാണ്. അപ്പച്ചന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കറി. പിന്നെ ദാ മുതിരുപ്പേരി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് നാളികേരം കുറച്ച് കുറഞ്ഞു പോയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സാധാരണ ഒരുവിധം എല്ലാ ഉപ്പേരികളിലും ഞാൻ നാളികേരം ഇടും കേട്ടോ. പിന്നെ രാവിലെ ദോശയായിരുന്നു, അപ്പോൾ അതിന് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, തേങ്ങാ ചമ്മന്തി കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സവാളയും തക്കാളിയും ക്യാരറ്റും കുക്കുംബറും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ തൈരും ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാലഡ്. നല്ലതാണ്, നമുക്കൊരു സൈഡ് ഡിഷ് പോലെ എപ്പോഴും പച്ചക്കറികൾ കൂട്ടുന്നത് നല്ലതാണല്ലോ. എല്ലാം പച്ചക്കറികൾ തന്നെ. പിന്നെ ഉണക്ക സ്രാവ് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ചേട്ടൻ ഈ ഒരു ഐറ്റം വാങ്ങിക്കൊണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ ഈ ഒരു ഉണക്ക സ്രാവ്. പക്ഷേ എനിക്ക് ഉണക്ക സ്രാവിനോട് അത്ര വലിയ താല്പര്യം പോരാ, എന്തോ ഒരു സ്മെല്ലുള്ള പോലെ തോന്നും. പിന്നെ ഇത് വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ പഴംപൊരി ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. ജോലി ഇല്ലാത്ത ദിവസങ്ങളിലും ലീവ് എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ഒരു ഉറക്കം പതിവാണ് കേട്ടോ. അപ്പോൾ നേരം വൈകി എഴുന്നേക്കാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ 4 മണിയിലത്തെ പലഹാരം ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പഴംപൊരിയാണ്. ഇനിതാ പപ്പടം കൂടി വറുക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കുശാലാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.